ഇനി ബ്രൂവറി വിഷയം. അതെ, ബ്രൂവറിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പാലക്കാട് രൂപത സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റെന്ന് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. എത്ര നയപരമായ തീരുമാനമാണെങ്കിലും ബ്രൂവറി സാമൂഹ്യ വിപത്തെന്നും രൂപത ബിഷപ്പ് പറഞ്ഞു. നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല. അപ്പോൾ ഈ ഒരു മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല, ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഒടുവിൽ പാലക്കാട് രൂപത കൂടി രംഗത്തേക്ക് വരികയാണ് സർക്കാരിനെതിരെ. കാരണം എന്തുണ്ടായാലും ബ്രൂവറി അല്ലെങ്കിൽ മദ്യ പ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്ന സർക്കാർ നിലപാട് മുഖ്യ സഖ്യ കക്ഷികളെ പോലും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നിലപാടിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പാലക്കാട് രൂപത പറയുന്നത് സാമ്പത്തിക ഉറവിടം എത്രത്തോളം വറ്റി വരണ്ടു പോയാലും ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരരുത്, സാമൂഹ്യ വിപത്തുകളായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്ന് സർക്കാർ പണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് പാലക്കാട് രൂപത പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഈ ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ ഈ ബ്രൂവറിയുമായിട്ട് മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം സർക്കാർ ഒരിടത്ത് കൈക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് ഈ പഞ്ചായത്തി രാജ് ചട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ മദ്യനിർമ്മാണശാല മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഒരിടത്ത് നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എത്ര നയപരമായ തീരുമാനമാണെങ്കിലും ഈ മദ്യനിർമ്മാണശാല അല്ലെങ്കിൽ ബ്രൂവറി എന്നുള്ളത് സാമൂഹിക വിപത്ത് തന്നെയാണ്. പാലക്കാടാണെങ്കിൽ മഴ ദൗർബല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തരം ഒരു മദ്യനിർമ്മാണശാല അനുയോജ്യമല്ല. അതുകൊണ്ട് അതിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ കേരളത്തെ ഒരു മദ്യ സംസ്ഥാനമായി മാറ്റുന്ന രീതിയാണിത്. ഒരു തലമുറയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടും സർക്കാരിന്റെ ഈ തീരുമാനം എന്നുള്ളതാണ്. ഈ മനുഷ്യരോടുള്ള പ്രതിബദ്ധി കാണിച്ചുകൊണ്ട് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല നല്ലൊരു ശതമാനം ജനങ്ങളും വിപത്ത് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രം ഇതുകൂടാതെ ഈ സർക്കാർ അല്ലെങ്കിൽ CPM നിരന്തരം പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മദ്യനിർമ്മാണ കമ്പനിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നത് ജോലി നൽകാനാണെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, അത്തരം മാർഗങ്ങൾ വല്ലതും സ്വീകരിച്ചുകൂടെ? ഇത്തരത്തിൽ സാമൂഹിക വിപത്തായ അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഈ തൊഴിൽ നൽകാൻ എന്ന പേരിൽ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം ഭവിഷ്യത്തുകൾ മുന്നിലുള്ളപ്പോൾ അതില്ലാത്ത മാർഗങ്ങളിലൂടെ ജോലി നൽകാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്നും അദ്ദേഹം വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി അത് ഒരു സമരയാത്രയായിട്ട് തന്നെ ഇന്നിപ്പോൾ 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഇന്നലെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C കൃഷ്ണകുമാർ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് പാലക്കാട് രൂപത അധ്യക്ഷൻ തന്നെ ഈ സർക്കാരിന്റെ നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഇടതുമുന്നണി ഉൾപ്പെടെ തീരുമാനമെടുത്തുകൊണ്ട് ഈ മദ്യനിർമ്മാണശാലയുമായിട്ട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ അതിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അരുൺ, ഈ രൂക്ഷ വിമർശനം ഉയർത്തുമ്പോൾ തന്നെ ഈ അവിടെ പാലക്കാട് നടക്കുന്ന BJP ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്കൊപ്പം ചേരാനോ സർക്കാരിനെ ഈ വികാരം അറിയിക്കാനോ രൂപത ശ്രമിക്കുമോ? സർക്കാർ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ എന്ന് അറിയില്ല. പലപ്പോഴും ഇടതുമുന്നണിയുടെ തീരുമാനമായി പുറത്തു വരുന്നത് CPMന്റെ തീരുമാനമാണ്. അത് അവിടെ നടക്കുന്ന മറ്റു പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് പുറത്ത് എല്ലാ മേഖലകളിൽ നിന്നും ഈ ഒരു മദ്യനിർമ്മാണശാലയ്ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളുള്ളത്. ഇതെല്ലാം ഏകോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഈ രൂപതയുടെ ഭാഗത്തു നിന്ന് ഇതിൽ ഇനി എന്ത് നടപടികൾ വേണം, അല്ലെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും മറ്റുമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഉൾപ്പെടെ ഇത്തരം ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകരുത്, അതിലെ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിൽ
ഇന്നലെ BJP തന്നെ ഈ CPI-നെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം CPI-യുടെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവില് മിനിഞ്ഞാന്നായിരുന്നു നടന്നത്. ആ ജില്ലാ എക്സിക്യൂട്ടീവില് അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിൽ ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്താതെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഉൾപ്പെടെ മൗനം ഭജിച്ചുവെങ്കിലും ഈ ജില്ലാ എക്സിക്യൂട്ടീവില് ഈ മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകരുത് സർക്കാർ എന്നുള്ള ഒരു നിലപാട് അവർ വീണ്ടും ആവർത്തിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഈ CPI ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കത്തെയും വിമർശിക്കുന്ന ഒരു സാഹചര്യം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു. പക്ഷേ BJP വെല്ലുവിളിച്ചത് CPI-യുടെ ഈ നിലപാടിലൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു യോജിച്ചുള്ള സമരത്തിന് CPI തയ്യാറാവണോ എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഇന്നലെ ചോദിച്ചത്. തങ്ങൾ ഏതായാലും ഈ CPI-യുടെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒരു യോജിച്ചുള്ള സമരം തന്നെ ഇതിനുവേണ്ടി തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് BJP വ്യക്തമാക്കിയത്. നിലവിലേതായാലും ഈ BJP മാത്രമാണ് പ്രത്യക്ഷ സമരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുള്ളത്. കോൺഗ്രസിന്റെയും മറ്റുമൊക്കെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷ സമരങ്ങൾ ഇതിനോടകം നടക്കുന്നില്ല. അവർ പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നു എന്നതിലുപരി മറ്റ് വലിയ പ്രതിഷേധങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ BJP-യുടെ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷന്റെ ഈ സമരയാത്ര അത് 3-ാം ദിവസമാണ്. അതുകൂടാതെ ഒരു ഹൈക്കോടതിയെ സമീപിച്ച് നിയമപരമായിട്ട്, അതായത് ഒരു ഭാഗത്ത് ജനകീയ സമരങ്ങളും മറ്റൊരു ഭാഗത്ത് നിയമപരമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രൂപത കൂടി ഇതിനോടകം ഇതിനെതിരെ രംഗത്ത് വരുന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഇനിയിപ്പോൾ ഈ ജില്ലയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ രൂപത ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അത്തരം പാർട്ടിയുടെ നേതൃത്വത്തിനൊക്കെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം അത്രയേറെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും അതിനൊന്നും വകവെക്കാതെയാണ് സർക്കാർ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് രൂപത അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് സർക്കാർ ഈ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വരുമാനം ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന ഈ തരം കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരി അരുൺ, ഏതായാലും ഈ കേഡർ പാർട്ടി എന്നോ അല്ലെങ്കിൽ വലിയ ജനാധിപത്യ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു പറയുമ്പോൾ പോലും ഈ ഇവരുടെ തീരുമാനങ്ങളെല്ലാം ഒറ്റൊരാളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ CPM-നുള്ളിൽ നിന്ന് തന്നെ മുഖ്യ സഖ്യകക്ഷികളായ RJD ആകട്ടെ CPI ആകട്ടെ ഇവരുടെ ഭാഗത്ത് നിന്നും പറഞ്ഞിരുന്നു ഏകപക്ഷീയമായാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ കവാത്ത് മറന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. സർക്കാർ തന്നെ ആവട്ടെ വിചിത്രമായ തീരുമാനമാണ്. കാരണം ഈ മദ്യ ബ്രൂവറി പ്ലാന്റിന് അനുമതി കൊടുത്ത അതേ മന്ത്രിസഭയിൽ യോഗത്തിൽ തന്നെ ഉണ്ടായ തീരുമാനം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതാണ്, ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. ഈ മദ്യ ഉപഭോഗം കുറയ്ക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇത്തരം വ്യവസായങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി രണ്ട് തരത്തിൽ പോകുന്നതാണ് കുറച്ചുകൂടി CPM പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു ആശങ്കയുണ്ടാകുന്നതിന് കാരണം. ഇതിനൊപ്പം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഏതായാലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം വല്ലാതെ ഉണ്ട് നമുക്ക്. അതെ.